എല്ലാവർക്കും നമസ്കാരം. കാഫിറിൻ്റെ നമസ്കാരം. പിന്നെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിൻ്റെ ചില വശങ്ങളൊക്കെ പറയും. അതിൻ്റെ തീവ്രമായ ചില സംഗതികളൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പോൾ ലോല ഹൃദയരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് മുറുകെ പിടിച്ചിരിക്കണം എന്നുള്ളത് ആദ്യം ഒന്ന് പറയുകയാണ്. ഇനി അത് വിഷമായി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു യുദ്ധസമാനമായൊരു അവസ്ഥയിലേക്ക് പോകാൻ നിൽക്കുന്ന രീതിയിൽ യുദ്ധമെന്നാണ് ആളുകൾ വിളിക്കുന്നത്. പക്ഷേ ഞാൻ അതിനെ അങ്ങനെ വിളിക്കാറില്ല. നമുക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു തീവ്രവാദാക്രമണം, ആ ആക്രമണത്തിന് മറുപടി എന്നവണ്ണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ വേട്ടയാടുന്നു. എന്ന് വെച്ചാൽ തീവ്രവാദ മേഖലകളിലേക്ക് ഒരു പ്രിസിഷൻ അറ്റാക്ക് നമ്മൾ നടത്തി. അതൊരു മറുപടിയായിട്ടേ നമ്മളതിനെ കാണുന്നു. ആളുകൾ യുദ്ധമായിട്ടും പാകിസ്ഥാനെ ഒരു ശത്രു രാജ്യമെന്ന് വിളിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ചർച്ചകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശത്രു രാജ്യം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യമൊന്നുമില്ല. ഒരു രാജ്യങ്ങളുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും സൗഹൃദത്തിലാണ് പോകേണ്ടത്. ചില സമയങ്ങളിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് സൗഹൃദത്തിലേക്ക് കൊണ്ടെത്തിക്കണം. ഇതാണ് നമ്മളുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ചർച്ചയുടെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ശത്രു രാജ്യമായിട്ട് കാണാത്ത ആളുകളൊക്കെ ദേശവിരുദ്ധർ എന്ന് പറയുന്ന നിലയിലേക്ക് വരെ ചർച്ചകൾ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വിഷയവും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതും സാധിക്കണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. അല്ലാതെ ഈ ശത്രുത എന്ന് നിലനിൽക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെ വെറുതെയാണ്, വെള്ളം കോരുന്നത് വെറുതെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വിഷയം ഇവിടെ കണ്ട പോലെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ ചിത്രത്തിൽ നമ്മുടെയൊക്കെ വലിയ മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു ചിത്രം തന്നെയാണ്. വലിയ വിഷമം തന്നെയായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ. കടന്നു വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ആളുകളുടെ മതം ചോദിക്കുന്നു, ചെകഞ്ഞ് ചോദിക്കുന്നു, കലിമ ചൊല്ലിക്കുന്നു, മുണ്ട് പൊക്കി നോക്കിയെന്ന് വരെയാണ് പറയുന്നത്. എന്നിട്ട് അതിലുള്ള പുരുഷന്മാരെ മാത്രം കാഫിറുകളാണെങ്കിൽ, കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ അവരെ കൊല്ലുന്ന അവസ്ഥ, വെടിവെച്ച് കൊല്ലുന്നു. സ്ത്രീകളെ വെറുതെ വിടുന്നു. അവരോടത് പറയുന്നു, നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ല, നിങ്ങൾ പോയി മുതലാളിയുടെ അടുത്ത് പറയൂ എന്ന് പറയുന്ന അവസ്ഥ. അതിനിടയിൽ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം തൻ്റെ ചുറ്റുപാടിൽ നിന്നും നിരീക്ഷണങ്ങൾ എല്ലാവരും നടത്താറുള്ള പോലെ അദ്ദേഹവും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കലിമ പഠിച്ചു വച്ചിരുന്നു. അതുകൊണ്ട് ആൾ കലിമ ചൊല്ലി അയാളുടെ തല രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് മുണ്ട് പൊക്കി നോക്കിയില്ല. ഇനി പൊക്കിയൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ആൾ ജീവനോടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ, ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ ഈ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പിന്നിലൊരു മതമുണ്ട്. ഈ തീവ്രവാദ ആക്രമണത്തിൻ്റെ പിന്നിൽ ഒരു മതമുണ്ട്. അത് ഇസ്ലാമാണ്. അതിൽ ഇരകളാരാണ്? അത് കാഫിറുകളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും അത് ഒരു വിയോജിപ്പായിട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനകത്ത് കാഫിർ എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഇവിടെ എടുക്കുന്നതും. കാഫിറിനോടുള്ളൊരു ഭയം, അല്ലെങ്കിൽ കാഫിറുകളെ ഭയക്കുന്ന രീതിയിൽ ആണ് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുക ഈ ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ. അവരോടൊരു ശത്രുത അതുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചോദ്യം. അതിപ്പോൾ അത്ര വലിയ ചോദ്യമൊന്നുമല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങളല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണ്, അവരെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളാണ്, അതുമല്ലെങ്കിൽ അവരെ പിടിച്ച് അടിമകളാക്കേണ്ടതാണ് എന്ന ഒരു നിലപാട് ഉണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതൊക്കെയാണ് നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ ഏതായാലും രണ്ട് വാക്കുകൾ, കാഫിറും ഫോബിയയും. ഇത് നമുക്ക് ഇതിൽ നിന്ന് പിടികിട്ടുമ്പോൾ കാഫിർ എന്താണെന്നുള്ളത് അന്വേഷിക്കണം, ഫോബിയ എന്താണെന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ ഫോബിയ പിന്നെ പണി എളുപ്പമാണ്. ഇറാഷണൽ ഫിയർ എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ട്, ഇസ്ലാമോഫോബിയ, മുസ്ലിമോഫോബിയ എന്ന് പറയുന്ന മാതിരി ഇപ്പോൾ നമ്മൾ കാഫിറോഫോബിയ എന്നും കൂടി നമ്മൾ പറയുന്നു. ബാക്കിയുള്ളതിനൊക്കെ അങ്ങനെ പേരിടാമെങ്കിൽ ഇതും നമുക്കിടാം, ഒരു സംശയമില്ല. എല്ലാവർക്കും ഇടാമല്ലോ. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാത്തൊന്നും പറയരുത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അതൊന്നും നമ്മളെടുക്കില്ല. അപ്പോൾ ഈ ഫോബിയ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുന്നു. ഒരു ഇറാഷണൽ ഫിയറാണ്. അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് കാഫിറിനെ ഭയക്കണം എന്ന് ചോദിച്ചാൽ പടച്ചോൻ പറഞ്ഞു അതുകൊണ്ട് ഭയക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അവരെ തല്ലിക്കൊല്ലുന്നു, അത്രയേ ഉള്ളൂ.
എന്തുകൊണ്ട് പന്നിയിറച്ചി തിന്നരുത് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ആളുകൾ പറയും അത് വിരയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ. അതൊന്നുമല്ല, പടച്ചോൻ തിന്നരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് തിന്നുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം മതത്തിലെ ഏത് മതമായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോഴും അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനെ വെള്ളപൂശാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ പഠിച്ച ലെവൽ വെച്ചിട്ട് 10ാം ക്ലാസ് വരെ പറയുന്നതായിരിക്കില്ല 5ാം ക്ലാസ് വരെ പറയുന്നത്. PhD കാരൻ കുറച്ചുകൂടി കൂടിയ ന്യായങ്ങൾ നിരത്തും. ന്യായങ്ങൾ തന്നെയാണ് എല്ലാം. എന്നിട്ട് അതിനെ വെള്ളപൂശാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഇവിടെയും ഈ ഫോബിയ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അത് ദീനിൽ പറഞ്ഞു. ജ്യൂസ് കുടിക്കരുതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉസ്താദ് പറഞ്ഞത് ജൂതന്മാരെ വെറുക്കണം. എന്തിനു വേണ്ടിയിട്ട്? വെറുക്കാൻ പറഞ്ഞു. കാഫിറുകളെ വെറുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വെറുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്വേഷിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. വെറുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അത് വെറുക്കുക മാത്രമല്ല, അത് എന്തൊക്കെ ലെവലിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ കാഫിർ എന്നുള്ള വാക്ക്, ഇൻഫിഡൽ എന്നുള്ളൊരു വാക്ക്, ഇത് അംബേദ്കറുടെ തന്നെ വർക്ക് പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ ചാപ്റ്റർ 4 അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. ഇതിനകത്ത് ഇൻഫിഡൽ എന്ന് പറയുന്ന വാക്ക് വരുന്നതൊക്കെ കാഫിറാണ്. ഒന്ന് വായിച്ചു നോക്കാം. എക്സെപ്റ്റ് ദാറ്റ് യു ഗീവ് പ്രൊട്ടക്ഷൻ ടു ഓൾ, ഗ്രേറ്റ് ആൻഡ് സ്മോൾ alike, make no difference between enemy and friend. God says, give no quarter to infidels, but cut their throats. കഴുത്ത് വെട്ടുക. Then know that this is the command of the great God. You shall not be too ready to grant protection because it will prolong your work. After this, give no quarter to any enemy except those who are of rank. Muhammad of Ghazni also looked upon his numerous invasions of India as the waging of a holy war, jihad. ഇപ്പോൾ ആളുകൾ സമരം എന്നൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. Al-Utbi, the historian of Muhammad, describing his raids, writes, he demolished idol temples and established Islam. He captured cities, killed the polluted wretches, destroying the idolaters and gratifying Muslims. He then returned home and promulgated accounts of the victories obtained for Islam and vowed that every year he would undertake a holy war against Hind. Muhammad Ghori was actually actuated by the same holy zeal in his invasions of India. Hasan Nizami, the historian, describes his works in the following terms. He purged by his sword the land of Hind from the filth of infidelity, എന്നുവെച്ചാൽ ഈ ബഹുദൈവ വിശ്വാസം, and wise, and freed the whole of that country from the thorn of God plurality, എന്നുവെച്ചാൽ ബഹുദൈവ വിശ്വാസങ്ങൾ, and the impurity of idol worship, വിഗ്രഹാരാധന, and by his royal vigor and intrepidity left not one temple standing. ഒരൊറ്റ അമ്പലം പോലും അവിടെ ബാക്കി വെച്ചിട്ടില്ല. Taimur has in his memoir explained what led him to invade India. He says, my object in the invasions of Hindustan is to lead a campaign against the infidels, കാഫിറുകൾക്കെതിരെ, to convert them to the true faith according to the command of Muhammad, on whom and his family be the blessing, എന്നുവെച്ചാൽ നമ്മളെ പ്രവാചകൻ, to purify the land from the defilement of misbelief and polytheism, ബഹുദൈവ വിശ്വാസങ്ങൾ, and overthrow the temples and idols, whereby we shall be Ghazis and Mujahid, എന്നുവെച്ചാൽ companions and soldiers of the faith before God. ജസ്റ്റ് വായിച്ചു എന്നേ ഉള്ളൂ. ഇൻഫിഡൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, കാഫിറുകൾ, എങ്ങനെയാണ് നമ്മളുടെ ചരിത്രത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് വായിക്കുമ്പോൾ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. സാധാരണ ഇപ്പോൾ ഇത് പറയുമ്പോൾ അംബേദ്കർ ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് സംഘികളാണ് പറയുന്നതെന്നാണ് പറയുക. അപ്പം ഇത് പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ സംഘികളുമാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് അംബേദ്കർ എഴുതി വെച്ച കാര്യമാണ്. ഇതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ആർക്കായാലും കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചത്. നിങ്ങൾക്കൊക്കെ പോയിട്ട് വായിക്കാം എന്നുള്ളതാണ്. ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. മലയാളത്തിലും അവൈലബിൾ ആണ്. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ കാഫിറിൻ്റെ മറ്റു വശങ്ങളിലേക്കും കൂടി പോകും. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ചോദ്യോത്തരവേളയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് ചോദ്യങ്ങൾ എടുക്കാം. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മുന്നേ ഒരു സമയത്ത് പറഞ്ഞു. കാഫിറുകളായിട്ടുള്ള ആളുകൾ അവരുടെ മെജോറിറ്റി വരുന്ന കൺട്രീസ്, രാജ്യങ്ങൾ, ഇന്ത്യ,
അത്തരം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ സൈന്യത്തിൽ ചേരാൻ പാടുണ്ടോ ഇല്ലേ? ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞപ്പോൾ ആളുകൾ വന്നിട്ട് പറയുന്നത്, വിശ്വാസികൾ, അവർ പാവങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അവർ കേട്ടത് ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിങ്ങളില്ല എന്നാണ്. നമ്മളതാണോ പറഞ്ഞത്? ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞത് മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തി കാഫിറിൻ്റെ രാജ്യത്തിൽ കാഫിറിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സൈന്യത്തിൽ ജോയിൻ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? മതവിധി എന്താണ്? പന്നിയിറച്ചി തിന്നരുത് എന്ന് പറയുന്ന മാതിരി ഈ വിഷയത്തിൽ എന്താണ് മതവിധി? ഇതാണ് നമ്മൾ പറഞ്ഞത്. ആ വിധി പച്ചയ്ക്ക് പറഞ്ഞാൽ, ഒരു മുസ്ലിമാണോ, നിങ്ങൾക്ക് ഇസ്ലാം കറക്റ്റ് അറിഞ്ഞ് ഫോളോ ചെയ്യുന്ന എക്സ് മുസ്ലിങ്ങളോ മുനാഫിക്കോ ഒന്നുമല്ല, അതായത് കപട വിശ്വാസികളൊന്നുമല്ല, യഥാർത്ഥ മുസ്ലിമാണെന്നുണ്ടെങ്കിൽ കാഫിറിൻ്റെ രാജ്യത്തിൽ നിങ്ങൾ ആ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ളതാണ് മതവിധി. ഇത് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞ ആളുകളെ നമ്മൾ കൊണ്ടുവന്നു. നമുക്കൊന്നുകൂടി അതൊന്ന് കാണാം. ഇവിടെ സൗണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഒരാൾ ചോദിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ആളുടെ ചോദ്യം രസകരമാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഒരു വിഷയമുണ്ട്. ഇന്ത്യ ഭൂരിപക്ഷം ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കളാണ് കൂടുതൽ, നോൺ മുസ്ലിംസാണ് കൂടുതൽ. പാകിസ്ഥാൻ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഇരിക്കെ ഈ വിഷയത്തിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഇതാണ് ചോദ്യം. ഒരു പാകിസ്ഥാനിയായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന ഉത്തരത്തിൽ പറയണം, ദേ ഷുഡ് നോട്ട് അലൈൻ വിത്ത് എ കാഫിർ ഗവൺമെൻറ് ഓർ വിത്ത് എ കാഫിർ കൺട്രി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന നല്ലൊരു ഉസ്താദ്. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. Arsalan from Pakistan. Assalamu alaikum wa rahmatullahi wa barakatuh. Alaikum assalam wa rahmatullahi wa barakatuh. Sheikh, I have a question. If there's a war between two countries, one is a Muslim majority country, around 96% Muslims according to Google, and the other is a non-Muslim majority country, only 14%. But those 14% are more compared to the majority Muslim country. So who should a Muslim support? Should I stand with my own Muslim majority country or the other one because it has more Muslims? ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? ഇതൊക്കെ വിടുക, ഹിന്ദു മുസ്ലിം ഇതൊക്കെ വിടുക. മതമില്ല എന്നാണല്ലോ നാട്ടുകാർ പറഞ്ഞത്. മതമില്ല, ശരി. തീവ്രവാദമാണെന്നും എല്ലാവരും പറഞ്ഞു, അതും എല്ലാവർക്കും ഓക്കെയാണ്. നമ്മൾ ആരുടെ കൂടെ നിൽക്കേണ്ടത്? ഇന്ത്യയുടെ കൂടെ ആണ് എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈവയ്ക്കുക. യെസ്. പക്ഷേ സാറ് കൈവക്കില്ല കേട്ടാ. പക്ഷേ ഇവിടെ ഈ ചോദ്യം, സംശയം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് ഇതിലെ പ്രധാന പ്രശ്നം. എന്തിൻ്റെ പേരിലാണ് ഈ സംശയം വരുന്നത്? ഇത് മതം ഈ തലച്ചോറിൽ കയറിയതിൻ്റെ പേരിലാണ്. പക്ഷെ ആൾ നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് പന്നി ഇറച്ചി കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ ആ മതവിധി തേടിയ പോലെ ഈ വിഷയത്തിൽ തീവ്രവാദം പോലും ആയിരിക്കെ അതിലും ഒരു പക്ഷം പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലും ഒരു വശത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിലും മതവിധി തേടേണ്ട അവസ്ഥയാണ് ഒരു മുസ്ലിമിനുള്ളത്. ഇത് വേറെ ഏതെങ്കിലും മതത്തിനുണ്ടോ ഇങ്ങനൊരു പ്രശ്നം? ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ? ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ, അതിപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു വിഷയം ഉണ്ടായി, അതിനകത്ത് ഇതുപോലൊരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഹിന്ദുക്കളെ വെട്ടിയതുകൊണ്ടാണോ ഹിന്ദുക്കൾ ഇവിടെ നിൽക്കുന്നത്? അല്ലല്ലോ. ക്രിസ്ത്യാനികൾ നിൽക്കുന്നു, മതമില്ലാത്തവർ നിൽക്കുന്നു, ചില കമ്മ്യൂണിസ്റ്റുകാർ വരെ നിൽക്കുന്നു. ഇപ്പോൾ സ്വരാജിനെയൊക്കെ തള്ളി പറഞ്ഞു പല കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നലെയും ഒരു ചർച്ചയിലിരുന്നപ്പോൾ പച്ചയ്ക്ക് തള്ളി പറയാണ്, അയാളൊന്നും പറഞ്ഞത് ശരിയല്ല എന്നാണ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരൻ. ചില കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് BJP ആണോ എന്ന് വരെ ചോദിക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ അല്ലെങ്കിൽ ഇപ്പോൾ OIC വരെ ഇപ്പോൾ BJP ആണോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതാണ് ഇപ്പോൾ നാട്ടിലെ അവസ്ഥ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ എന്ത് സ്കോപ്പാണുള്ളത്? പക്ഷേ ഒരു മുസ്ലിമിന് ആ സ്കോപ്പ് അവിടെ വരികയാണ്. ബാക്കി ഉത്തരം കേൾക്കുക, അതാണ് മനോഹരം. I'm not in the army, but if I were to wish for, who should I be a soldier for? Muslims are ordered in the Quran to try to avoid such conflicts between two groups of Muslims. Allah says, وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا. If two factions of the Muslims were to fight, you have to try to
arbitrate and reconcile. Now, here in the question you're asking, it's not the case. It's a Muslim dominated country and government and army fighting a non-Muslim government who is most likely the transgressor and the perpetrator. അതായത് നമ്മളിങ്ങോട്ട് കടന്നു വന്ന് വെടിവെച്ചവരൊക്കെ മാന്യന്മാരും നമ്മളാണ് ട്രാൻസ്ഗ്രസേഴ്സ്. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞു വെക്കുന്നത്. ആണോ? നിങ്ങൾ ആലോചിക്കാൻ. So having a Muslim with them in the army is their fault. They should not align with a kafir government or with a kafir country and represent them, especially when they're fighting a Muslim one, and Allah knows best. ആ കൂടെയുള്ള സമാധാനം അതെല്ലാം അള്ളാഹുവിനറിയാം. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതാണ് പറഞ്ഞു വെച്ചത്. ഇത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ? പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സമാധാനം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അൽഫഹം എന്തില്ല എന്ന് പറയും ഇതങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ. അത്രയ്ക്ക് സമാധാനമാണ്. ഇനി എനിക്ക് സമാധാനമായിട്ട് പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാമല്ലോ, ഇതാണ് അവിടെ വരിക. അപ്പോൾ ഈ രീതിയിൽ ഉപദേശങ്ങൾ പള്ളികളിലൂടെ, ഇതുപോലുള്ള മതവേദികളിലൂടെ, അകത്തളങ്ങളിൽ, പുറത്തുള്ള തളങ്ങളിൽ എല്ലായിടത്തും നടക്കുന്നത് ഇത്തരത്തിലുള്ള ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ് ആയിട്ടുള്ള പ്രോത്സാഹനമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി തീവ്രവാദികളും പറയുമ്പോൾ തീവ്രവാദികളെ നമുക്ക് തീവ്രവാദി എന്നൊക്കെ വിളിക്കാൻ പറ്റും. തീവ്രവാദത്തിനുള്ള പ്രോത്സാഹനം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ ഉസ്താദിനെ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കുമോ? ഇത് ചോദിച്ചിട്ട് ഉത്തരം കേട്ടിട്ട് രോമാഞ്ചം വന്ന ആ ഒരു മുസ്ലിം, പാവം മുസ്ലിം, ആ പാകിസ്ഥാനി, അയാളെ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കുമോ? ഇല്ല. പക്ഷേ അയാൾക്ക് കിട്ടിയ സാധനവും തീവ്രവാദിക്ക് കിട്ടിയ സാധനവും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ വ്യത്യാസമില്ലായ്മയാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഓരോ മുസ്ലിമും കൂടുതൽ മതം പഠിച്ച് പോയി കഴിയുമ്പോൾ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ മതം വിടും എന്ന് പറയുന്നത്. ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ, അവർ ലോലഹൃദയരായിട്ടുള്ള ആളുകൾ തൽക്കാലം മാറി നിൽക്കുക. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ അടുത്ത വാദം, ഇത് ഏതോ ഒരു ഉസ്താദ് പറഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, ആ ഉസ്താദിനെ നമ്മൾ തള്ളി എന്ന് പറയും, നമ്മൾ തള്ളി എന്ന് പറയും. അതുകൊണ്ട് കാര്യം തീരുമോ? ഇദ്ദേഹം പറഞ്ഞതിൽ അനിസ്ലാമികമായ കാര്യം എന്താണെന്ന് പറയണം. ഇനി ഇദ്ദേഹം ചെറിയ പുള്ളിയാണോ? അല്ല. ഇദ്ദേഹം മുതൽ ഏതാണെന്ന് നമ്മൾ കാണുക, ഇതേ കൂടിയ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ചങ്ങാതിമാരാണ്. എന്താണ്? കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി, അവിടുന്ന് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നത്. ഇനി അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയൂട്ടോ, അത് വേറെ കാര്യം. എന്തായാലും കൂടിയ മദ്രസയിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള വലിയ ഒരു ഉസ്താദ് ഇദ്ദേഹമാണ് ഈ ഇരുന്ന് പറയുന്നത്. ഇദ്ദേഹം യൂട്യൂബിൽ വലിയ ഫോളോവേഴ്സുള്ളൊരു വ്യക്തിയാണ്. ഇതുപോലുള്ള മതവിധികൾ ഇങ്ങനെ ഫോണിലൂടെ വിളിച്ച് നമ്മൾ കോളിംഗ് നടത്തണ മാതിരി ഇദ്ദേഹം കോളിംഗ് തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഏതായാലും ബാക്കി നമ്മൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു മുസ്ലിം ആണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി എടുക്കാൻ പാടുണ്ടോ ഇല്ലേ, സൈന്യത്തിൽ മുസ്ലിങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. അതായത് പാടുണ്ടോ ഇല്ലേ, അതിനുള്ള ഉത്തരവും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ട് കളയാം. Brother Hamid from the UK had two questions. The first question is, what's the ruling on joining the army in a non-Muslim country? What is the role of an army? The role of an army is to defend the country, generally speaking, or to invade other countries, like we see worldwide. So if you look at Europe, the United States, all other countries, they have armed forces. What are these armed forces for? Either they are to deter any invader from coming, any hostility against the country, and this is legitimate to defend your own country, or it is used to attack other countries under the titles of
protecting democracy, freedom, human rights, blah, blah, blah. But regardless, we're not going to go into people's intentions. What you're asking about, Hamid Bai, is that to join an army and to be ready to die with this army that is not raising the flag of Islam is totally prohibited. എന്തുകൊണ്ട് പാടില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രൊഹിബിറ്റഡ് ആണോ അല്ലേ? ഒരു നോൺ മുസ്ലിം കൺട്രി, നോൺ മുസ്ലിം ആർമി, ഒരു മുസ്ലിമിന് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? പ്രൊഹിബിറ്റഡ്. വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അപ്പം നമ്മളിത് പറയുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ മുസ്ലിം ഉണ്ട് എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് അവർക്ക് ഈ വിധി അറിയില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പണ്ട് നമ്മൾ സൈന്യത്തിൽ ചേരുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ വീടുകളിൽ പറയുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നാ പറയാം. ഇതെന്താണെന്ന് നമുക്കന്ന് മനസ്സിലാവില്ല. കാരണം ഈ വിധിയൊന്നുമല്ല നമ്മളോട് പറയുന്നത്, അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ആർക്കാ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പാടില്ല, ഇത്രേ പറയുള്ളൂ. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ അസ്കർ അലി ഈ പറയുന്ന ഒരു പുറത്തേക്ക് വന്ന സമയത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിലും ഒക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? ഈ മദ്രസകളിലെ കൂടിയ മദ്രസകളുടെയൊക്കെ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്ന സാധനമാണിത്. മതവേദികളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. ഇത് ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചിട്ടല്ല. ഈ മതവിധികൾ ഇപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഏതെങ്കിലും കിതാബിൽ നോക്കിയിട്ടാണോ പറയുന്നത്? അല്ല. പക്ഷെ മതവിധിയാണ്, ഈ ഫത്വകളായിട്ട് ഇറക്കി കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇത് വെച്ചുകൊണ്ടാണ് വിശ്വാസികൾ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കാഫിർ എന്താണ്, ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എന്താണ്, കാഫിറിൻ്റെ വിധികൾ എങ്ങനെയാണ്, കാഫിറിനോട് എങ്ങനെയായിരിക്കണം, മുസ്ലിമും കാഫിറും എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നമ്മൾ ഇപ്പോൾ കണ്ടു, ഒറിജിനൽ സാധനം. ഇനി ആധുനിക ലോകത്ത് ചില ആളുകളുണ്ട് ഇതിങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഒരു മികച്ച എക്സാമ്പിളാണ് നമ്മുടെ മുസ്തഫ മൗലവി. അദ്ദേഹം പറയുന്നത് കാഫിർ എന്ന് പറയുമ്പോൾ സത്യനിഷേധി എന്ന് പറഞ്ഞാൽ, ആള് പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പോൾ വെളിച്ചം അത് വേണ്ട എന്ന് വെച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അങ്ങ് കൊണ്ടുപോകും, വളച്ചങ്ങ് കൊണ്ടുപോകും. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ പുതിയ ഡെഫിനിഷൻസ് വരണം, പുതിയ സംഗതികളൊക്കെ വേണം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നതെന്നും മറ്റേത് നുണയാണ് എന്നും അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നും അത് പറയുന്നത് മുഴുവൻ ഒരു ഗൂഢലക്ഷ്യം വെച്ചിട്ട് പറയുന്നതാണ് എന്നും പറയുമ്പോൾ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ അത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു സഹായമാണ് ചെയ്യുന്നത്, അത് കൂടുതൽ പൊക്കിക്കൊണ്ട് നടക്കാൻ. കാരണം എന്താണ്? എതിർ ശബ്ദങ്ങളെ മുഴുവൻ അത് വെച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ എന്താ പറയുന്നത്? മോഡിഫൈ ചെയ്യുന്ന ആളുകൾ എന്ത് പറയണം? യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്, എന്നാൽ ആധുനിക കാലത്തിന് അത് യോജിച്ചതല്ല, അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന രീതിയിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഈ മത നേതാക്കൾ മുന്നോട്ട് വരുന്നുണ്ടോ? ഇല്ല. അത് വരാത്ത കാലത്തോളം മറ്റേത് പറഞ്ഞത് മുഴുവൻ പറയുന്ന ആളുകളുടെ കുഴപ്പമാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന വാദത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഏതായാലും ഇദ്ദേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ അയോധ്യ വിഷയത്തിലൊക്കെ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വിഷയത്തിലൊക്കെ അതിനോട് യോജിച്ച് നിൽക്കുകയും മറ്റ് മുസ്ലിം സംഘടനകളും മറ്റ് തീവ്രമായ നിലപാടുകളുള്ള ആളുകളൊക്കെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗതികെട്ടാത്ത ഒരു ഉസ്താദാണ് ഇദ്ദേഹം. ഈ കാഫിർ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു വേർഷൻ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കൂ. काफिर कुरान के अंदर बहुत बार आया है, लेकिन ये जो शब्द है, ये शब्द को समझने की जरूरत इसलिए है कि लोगों को बताया नहीं गया है. ये काफिर का माने नॉन बिलीवर्स को कहा गया है, नास्तिक को कहा गया है. जो नास्तिक होता है, जो ईश्वर में आस्था नहीं रखता है, उसको काफिर कहा है. चाइना के लोग काफिर हो सकते हैं, वो नॉन बिलीवर्स हैं. कम्युनिस्ट वाले लोग काफिर हो सकते हैं, वो जो नॉन बिलीवर्स हैं. लेकिन बिलीवर्स जो है, चाहे वो ईसाई है, हिंदू है, सनातनी, चाहे कोई भी धर्म है, वो एक ईश्वर को मानता है, वो काफिर हो ही नहीं सकता. तो वहां पर जो बात उस वक्त में उस कॉन्टेक्स्ट में कही गई थी, वो जंग के हालात थे. जंग में कहा गया था उन काफिरों को ना छोड़ा जाए, उन काफिरों को कत्ल कर दिया जाए. उस वक्त जंग के हालात में जंग के लिए कहा गई थी, उनके लिए जो नास्तिक थे, ना कि हिंदुओं के लिए है, ना कि किसी ईसाई के लिए है, ये किसी जो बिलीवर्स हैं उनके लिए नहीं है. അതായത് അദ്ദേഹം ഒരു പുതിയൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാണ്. നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം അല്ലാത്ത ആളുകൾ മുഴുവൻ കാഫിർ, അതിൽ ക്രിസ്ത്യാനി പെടും, എല്ലാവരും പെടും, നമ്മൾ നാസ്തികർ പെടും, എല്ലാവരും പെടും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
അവനെ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അല്ലേ? യെസ്. അപ്പോൾ അതാണോ യഥാർത്ഥത്തിൽ? അങ്ങനെ പറയുന്നതോട് തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല, പറഞ്ഞോട്ടെ. പക്ഷേ പഴയത് ഒറിജിനൽ സാധനം അത് പറയുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണ്, അവർക്ക് ഗൂഢലക്ഷ്യമുണ്ട്, ശരിക്കും ഇങ്ങനെയാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്നാൽ ഇദ്ദേഹം പറയുകയാണ് പണ്ട് ഇങ്ങനെയായിരുന്നു, ഇനി അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഇൻക്ലൂസിവിറ്റി വേണം, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്താലോ. അപ്പോഴും വേട്ടയാടാൻ വേട്ടമൃഗങ്ങളായിട്ട് ആരാ അവിടെ ബാക്കി വരുന്നത്? അത് നമ്മളാണ്. നമ്മളപ്പോഴും പുറത്ത്. അതാണ് അതിൻ്റെ കുഴപ്പം. എന്തായാലും ബാക്കിയുള്ള മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമെങ്കിലും തൽക്കാലം തീരുമല്ലോ, നമുക്ക് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെക്കാം. ഇതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട്. അത് മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഉറുദുവിലുണ്ട്, പല രീതിയിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞതാണ്, പഴയത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഏതായാലും ഈ കാഫിർ എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതും കൂടി നമ്മളൊന്ന് നോക്കാം. ചില ഉദാഹരണങ്ങൾ. ഇതിപ്പോൾ പ്രധാനമായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അല്ല, ഇത് കാണുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ്. ചില ഈ കോയ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ചില ആളുകൾ പറയും കാഫിറെ എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണെന്നൊക്കെ പറയും അല്ലേ? കാഫിർ എന്ന് വിളിക്കാനേ പാടില്ല, അത് ഒരു മോശം പ്രയോഗമാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, ഖുർആനിലൊരു സൂറത്തിൻ്റെ പേര് തന്നെ കാഫിർ എന്നാണ്. അത് തുടങ്ങണത് തന്നെ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓ കാഫിറുകളെ എന്നാണ് വിളിച്ച് തുടങ്ങണത് തന്നെ. അപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ കാഫിർ എന്ന് പറയുന്ന വിളി കാഫിറുകളോട് ഉപമിക്കുക, അവരിൽ പെട്ടവരാണെന്ന് പറയുക, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുക, അവർ മ്ലേച്ഛരാണെന്ന് പറയുക, അവർ അശുദ്ധരാണെന്ന് പറയുക, അവരെ ഉപമിക്കുന്നത് കുരങ്ങന്മാരോടും പന്നികളോട് വരെയാകുക. അങ്ങനെ പല രൂപത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ, അബ്യൂസീവായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിലെ ചില ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കുക. അതിൽ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ കാഫിർ വൽക്കരണം? അപ്പോൾ ഇത് വേറൊരു ആംഗിളിൽ കൂടി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു സോക്കോൾഡ് യുക്തിവാദി സുഹൃത്ത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഹിന്ദു മതത്തിൽ ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് അത് ഐഡിയോളജിക്കലാണ്, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എതിർക്കണം. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് അനുകൂലിക്കാം. എന്നാൽ ഇസ്ലാമിൽ അതിലെ ജാതി എന്ന് പറയുന്നത് ഐഡിയോളജിക്കലല്ല, അതുകൊണ്ട് അതിനങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം ഒരു വാചകം ഇട്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതി, നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് അത് കാണുന്നത്. ജാതി എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നു, ക്ലാസ്സുകളാക്കുന്നു, കാസ്റ്റുകളാക്കുന്നു. ഇത് ഓരോ സമുദായത്തിൽ, ഓരോ സമൂഹത്തിൽ, ഓരോ ലോകത്ത്, ഓരോ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ക്ലാസിഫിക്കേഷൻസ് നടത്തി ആളുകളെ വിവിധ ജാതികളാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. അതിൽ ഹിന്ദുമതത്തിൻ്റേതായിട്ടുള്ള പ്രശ്നം അത് ഇന്ത്യയിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. മറ്റ് ജാതികളിൽ ഉള്ള പ്രശ്നങ്ങൾ അത് മറ്റു പല സ്ഥലങ്ങളിലാണുള്ളത്. അങ്ങനെ ഓരോ മതത്തിൻ്റെയും ഓരോ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഉണ്ടാക്കുന്ന ജാതി വ്യവസ്ഥിതി അത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അഷ്റഫികളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒസാമാർ ഇതൊന്നുമല്ല. അതുക്കും മുകളിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇസ്ലാമിലെ ജാതി വൽക്കരണം. അതേതാണ്? വിശ്വാസി, അവിശ്വാസി. രണ്ട് പ്രധാനപ്പെട്ട ജാതികളാണ് ഇസ്ലാമിൽ. ഇതിൻ്റെ കുഴപ്പം എന്താണ്? ഇപ്പോൾ ഹിന്ദു മതത്തിലെ ജാതി 4 ജാതി അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജാതി എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിൽക്കും. അതല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹങ്ങൾ എവിടെയൊക്കെ മാറി താമസിക്കുന്നുണ്ടോ അവിടെയുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ചില സ്ഥലങ്ങളിൽ, ചില സ്റ്റേറ്റ്സിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിരോധിക്കുന്ന അവസ്ഥ വരണ്ടേ. ആര് കാരണമാണ്? ഇതേ ഹിന്ദുക്കൾ, ഇന്ത്യക്കാർ അവിടെ പോയിട്ട് ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് കാരണം അതവിടെ ബാൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ സമൂഹം, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ എവിടെ പോയാലും, ഇനിയിപ്പോൾ നമ്മൾ ചൊവ്വയിൽ പോയി താമസാക്കിയെന്ന് വിചാരിക്കുക, അവിടെയും നമ്മൾ ഈ സാധനം കൊണ്ടുവരും. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ വിശ്വാസി അവിശ്വാസി എന്ന് പറയുന്ന സാധനം അത് ഗ്ലോബലാണ്. ഇന്നിപ്പോൾ നമ്മളിത് പറയുമ്പോൾ അമേരിക്കയിലായിക്കോട്ടെ, USA-ലായിക്കോട്ടെ, അന്റാർട്ടിക്കയിൽ പോലും 2 മനുഷ്യന്മാരുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരാൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ആ മുസ്ലിം മറ്റേ ആളെ കാഫിർ എന്ന് വിളിക്കുക. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഇത് വലിയ അപകടമാണ്. കാരണം എന്താണ്? ഇതവിടെ നിൽക്കില്ല. പിന്നെ ഈ കാഫിറിനോട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഇനിയിപ്പോൾ ബാക്കി പറയാൻ പോണത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒക്കെ ബാക്കി എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനം ഞാനൊരു സാധനം കൂടി കാണിച്ചു തരാം, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ. അതായത് ഒരു മുസ്ലിമിന് ഒരു
എല്ലാ നന്മയും ചെയ്തു. ഓക്കെ, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും ചെയ്തു. അവൻ 72 ഹൂറികളെ ഉറപ്പാക്കി. സങ്കല്പിക്കുക. എന്നിട്ട് അവന് അങ്ങോട്ട് ഒരു പൂർണ്ണതയായി എന്ന് തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം അവന് ചെയ്യാൻ പറ്റിയ അവസാനത്തെ ഒരു സാധനമുണ്ട്. അതെന്താണ്? അവൻ്റെ മുന്നിലുള്ള ഒരു കാഫറിനെ കൊല്ലുക എന്നുള്ളതും കൂടിയാണ്. ഇതും പഠിപ്പിച്ചു വെക്കുന്ന മതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദാം, അതായത് ആദ്യത്തെ മനുഷ്യനെ പോലും അവിടുന്ന് തുടങ്ങിയതാണ് ഈ കാഫിർ വൽക്കരണം. ഇതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞത് 2 മനുഷ്യന്മാരാവുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെയും കാഫിർ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആദ്യത്തെ മനുഷ്യൻ ഉണ്ടായ സമയത്ത് ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞു. മനുഷ്യൻ പോലുമല്ല, ഒരു മനുഷ്യനേ ഉള്ളൂ. ആ സന്ദർഭം അവർ പ്രണമിച്ചു, ഒരാളൊഴികെ. അവിടെ ഒരു എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ വല്ല യുക്തിവാദി എങ്ങാണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആളുടെ പേര് ഇബ്ലീസ് എന്നായിരുന്നു. ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവനെന്താ പറഞ്ഞു? ഇബ്ലീസ് എന്താ പറഞ്ഞ്? എന്നെ തീ കൊണ്ടാണ് ഉണ്ടാക്കിയത്, ഇത് വെറും ആദമ മണ്ണ് ഒഴിച്ചുണ്ടാക്കിയ സാധനം, ഞാൻ എന്തിനാണ് ഇവനെ വണങ്ങുന്നതെന്നാണ് ആൾ ചോദിച്ചത്. സംഗതി ലോജിക്കലാണ്. എന്തായാലും ആൾ വണങ്ങിയില്ല. അവൻ അവിടെ സത്യനിഷേധികളിൽ പെട്ടവനായി തീർന്നു എന്നാണ് പറയുക. വക്കാന മിനൽ കാഫിരീൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് കാഫിറുകളിൽ പെട്ടു, സത്യനിഷേധി. അന്ന് മുതൽ തുടങ്ങിയാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്ന അന്ന് മുതൽ അവനെ വണങ്ങാൻ പറഞ്ഞ മലക്കുകൾ. അപ്പോൾ മലക്കുകൾ മുഴുവൻ മുഅ്മിനുകളാണ്, വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണ്. അതിലൊരു കാഫിറുണ്ടായി. അതാരാണ്? അതാണ് ഇബ്ലീസ്. അവിടുന്ന് തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തത് വല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ കഫർ എന്ന് പറയുന്ന സാധനം അവിശ്വസിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വെർബ് ഫോമാണ്. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു നരകാവകാശികൾ, അവരാകുന്നു തീയിലേക്ക് പോകുന്ന ആളുകൾ, വിറകുകൊള്ളികൾ എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തെ നിഷേധിക്കുക. ഏതാണ് ഈ സത്യം? അത് നേരത്തെ പറഞ്ഞ സാധനം. അതായത് അള്ളാഹുവിനെ വിശ്വസിക്കുക, മുഹമ്മദ് നബീനെ വിശ്വസിക്കുക. ആ സാധനം ചെയ്യാത്തവരൊക്കെ കാഫിറുകളാണ്. ഇനി അടുത്തത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, ഇത് 9:29, അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവൻ്റെ ദൂതനെ നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക, അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും. ഇതാണ് മറ്റൊരു സാധനം. അപ്പോൾ കാഫിറുകളോട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങളൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, അവിടെ ഒരു യുദ്ധം അഴിച്ചുവിടുന്നു, അവിടെയുള്ള ബാക്കിയുള്ള ആളുകളോട് എന്ത് ചെയ്യണം? ഇതൊക്കെ കേട്ടും അടുത്ത ആളുകൾ ക്ഷമിക്കാം കേട്ടോ, പക്ഷേ അതൊന്ന് ക്രോഡീകരിച്ച് പറയുന്നേ ഉള്ളൂ. ഇതാണ് ഒരെണ്ണം. ഇനി അടുത്തത് വേറൊരെണ്ണം 5:33, അള്ളാഹുവോടും അവൻ്റെ ദൂതനോട് പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം. നമ്മുടെ ജോസഫ് മാഷിൻ്റെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സൂക്തമാണിത്. എന്താണ് അതിൽ കാണാം? കൊന്നൊടുക്കപ്പെടുക, ക്രൂശിക്കപ്പെടുക, അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുക, നാട് കടത്തപ്പെടുക. ഇതൊക്കെയാണ് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മെച്ചപ്പെട്ട സാധനങ്ങൾ. ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യും? ജോസഫ് മാഷിനെ നിങ്ങൾ കണ്ടു. ഇത് നമ്മളുടെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള അസിം മുനീർ, പാകിസ്ഥാനിലെ ആ ജനറൽ, നമ്മളുടെ ആർമി ആള് സൈനികർക്ക് കൊടുക്കുന്നൊരു അവരെങ്ങനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സമയമാണ്. ആ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്നത് ഇതേ സൂക്താണ്. ഒന്ന് കേട്ട് കളയാം. तुम्हें पता होना चाहिए, रियासत की जंग लड़ रहे हो, अल्लाह तुम लोगों के साथ है. ഉസ്താദ് അല്ല കേട്ടോ, സൈനിക മുതലാളിയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, अल्लाह तुम लोगों के साथ है, ठीक है, क्योंकि तुम लोग अल्लाह की जंग लड़ रहे हो, उसके साथ नहीं है, क्योंकि अल्लाह ने हुक्म दिया हुआ है. ये मौलवी साहब खड़े हैं, इनको पता होगा. इन्नमा जज़ाउल लज़ीना युहारिबूनल्लाह व रसूलहु व यसअऊन फिल अर्ज़ि फसादन अन युक़तलू, आगे क्या है, औ युसल्लबू औ तुक़त्ता अयदीहिम व अर्जुलुहुम मिन ख़िलाफिन औ युनफ़ऊ मिनल अर्ज़. आपने ये सारे काम किए हैं. എന്താ പറഞ്ഞ് നകുലേട്ടൻ? ഈ എഴുതി വെച്ചിരിക്കുന്ന അറബിയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ആളവിടെ വായിച്ചത്. അവിടെ പറഞ്ഞത് സൈനികർക്ക് കൊടുക്കുന്ന ഉത്ബോധനം അതാണ്. എന്താണത്? അതായത് അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും വെട്ടിക്കളയുകയോ ചെയ്യുക. ഇതാണ് അവിടെ പറഞ്ഞത്. ഇതാണ് പാകിസ്ഥാൻ ആർമിയെ ഇന്ത്യക്കെതിരായിട്ട്
യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവരെ ഉത്തേജിപ്പിച്ച് നിർത്തുന്നത്. ഇത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ആ ഹൂറികളെ ഓർത്തിട്ടാണ് അവർ യുദ്ധത്തിന് പോലും ഇറങ്ങുന്നത്, അല്ലാതെ സമാധാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഈ വിഷയത്തിൻ്റെ പിന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കാശ്മീർ മൊത്തം അങ്ങ് കൊടുത്തെന്ന് വിചാരിക്കുക, ഇത് പരിഹരിക്കപ്പെടുമോ? പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കന്യാകുമാരി കൊടുത്താൽ പരിഹരിക്കപ്പെടുമോ? ഇല്ല. കന്യാകുമാരി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്തായിരിക്കും? ആരെങ്കിലും ഒരാൾ പറയുമോ? ശ്രീലങ്ക. ശ്രീലങ്ക വേണമെന്ന് പറയും. അപ്പം ഇപ്പം ഗസ്വായ് ഹിന്ദാണ്, കുറച്ച് കഴിയുമ്പോൾ ഗസ്വായ് ശ്രീലങ്കയാവും. ഇതാണ് ഉണ്ടാവാൻ പോണത്. അതായത് ഖുറാനിൽ തന്നെ പറയുന്നതാണ്, അതിവിടെ വരുന്നുണ്ട് അടുത്തത്. അതെന്താണ്? ഈ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനവരുപയോഗിക്കുന്ന വാചകങ്ങളാണ് ഈ പറയുന്നത്. ഓരോ ഇസ്ലാമിക് ജനറലും ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഇതാണ് നമ്മൾ കണ്ടത്. അടുത്തത്, നബിയെ സത്യനിഷേധികളോടും, അതായത് യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ, ഇതാണ് പറയുന്നത്. ജിഹാദ് ചെയ്യുക. ആർക്കെതിരെ? കാഫിറുകൾക്കെതിരെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ ജിഹാദ്? കപട വിശ്വാസികളോടും സത്യനിഷേധികളോടും സമരം ചെയ്യുക, അവരോട് പരുഷമായിട്ട് പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. നമ്മളിത് പറയുമ്പോൾ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു സാധനമാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ബിരിയാണി തിന്നരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം എന്നാണ് ഇവർ പറയുക. സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം? പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചില കണ്ടീഷൻസ് അപ്ലൈ ആണ്. ഇതേ ഇസ്ലാം തന്നെ പറയുന്ന സാധനമാണ്, നിങ്ങളുടെ അയൽവാസി ഒരു കാഫിറാണെന്ന് വിചാരിക്കാം, ആ കാഫിറിൻ്റെ വീട്ടിലെ വെളിച്ചം അത് നിങ്ങൾക്ക് ഹറാമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് പോകുക? അങ്ങോട്ട് ചേർന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുന്നത് അവിടെയാണ് പ്രശ്നം. അതേപോലെ ഓരോ വിഷയവും നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സാധനമാണ്, നിങ്ങളിങ്ങനെ നടന്നു പോവാണ്, ഒരു മുസ്ലിമാണ്, എതിരെ ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ നടന്നു വരികയാണ്. എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ആർക്കെങ്കിലും പറയുമോ? നമ്മളെ ക്ലാസ്സൊക്കെ കേട്ട് പഠിച്ച ആളുകൾ. സലാം പറയരുത്. അടുത്തത്, വഴി ഇടുക്കി കൊടുക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ നടന്നു പോവാണ്, എതിരെ ക്രിസ്ത്യാനിയോ ജൂതനോ നടന്നു വന്നാൽ അവന് വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ജൂതനോ ക്രിസ്ത്യാനിയോ നിങ്ങൾ അയൽവാസിയാണെങ്കിലോ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമില്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള കോൺട്രഡിക്ഷൻസ്, ഇത് അടിമുടി നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയും എന്നത് തന്നെയാണ് ഈ ഇസ്ലാമിൻ്റെ ഇത്തരം നിലപാടുകളിലുള്ള കോൺട്രഡിക്ഷൻസിൻ്റെ പ്രശ്നം. ഇനി അവസാനമായിട്ട് ഇതിൽ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്നൊരു വിഷയം, ദ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ആളുകൾ പറയുക ഇങ്ങനൊരു സാധനമൊന്നുമില്ല, നമ്മൾ മദ്രസയിലൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും. ഞാൻ എപ്പോഴും പറയുന്നത്, ഇതെല്ലാം മദ്രസയിൽ തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇത് തീവ്രവാദികൾ പഠിച്ചിട്ടുണ്ട്, ഇത് അറിയുന്ന ആളുകൾ യുദ്ധം ചെയ്ത് നടക്കുന്നുണ്ട്, തീവ്രവാദ പ്രവർത്തനമായിട്ട് നടക്കുന്നുണ്ട്, അവർ ഇന്ത്യയെ പിടിക്കാനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹദീസിൽ എഴുതി വെച്ചിരിക്കുന്നത്, ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് സെഡ് ദർ ആർ 2 groups ഓഫ് മൈ ഉമ്മ whom Allah will free from the fire. അതായത് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന 2 കൂട്ടം ആളുകൾ. ഒന്നാരാണ്? ദ ഗ്രൂപ്പ് ദാറ്റ് ഇൻവൈഡ്സ് ഇന്ത്യ, ഇന്ത്യയെ പിടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, ഗസ്വ ഹിന്ദ്. അപ്പോൾ അതോടൊപ്പം തന്നെ ദ ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി വിത്ത് ഈസ ഇബ്നു മറിയം, അതായത് നമ്മളുടെ യേശു രണ്ടാമത് തിരിച്ചു വരുന്നു എന്നുള്ളത്, അങ്ങനെയല്ല പറയണേ, പുള്ളിയുടെ കൂടെ വരുന്ന ആളുകളും നരകത്തിൽ പോകില്ല. അപ്പം നരകത്തിൽ പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ കഷ്ടപ്പെട്ട് അവരുടെ സ്വന്തം നാടൊരു നരകമാക്കി മാറ്റി എന്നുള്ളത് വേറെ വിഷയം. ഇതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈ കിതാബിൽ എവിടെ കിടക്കുന്നത് ഈ ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഏരിയ തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ പേര് ഗസ്വത്തുൽ ഹിന്ദ് എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ഗസ്വ ഹിന്ദ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ദ റെയ്ഡ്, ദ കോൺക്വസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. ഓക്കെ, അവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടി, ഇതൊക്കെ നമ്മൾ കേട്ടു, കാഫിറുണ്ട് എന്നുള്ളതും അതൊരു വലിയ പ്രശ്നമായിട്ട് ഇസ്ലാം കാണിക്കുന്നു എന്നുള്ളതും അവരെന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ അംബേദ്കറുടെ വർക്കുകളിൽ ഇതിനെക്കുറിച്ച് എഴുതി വെച്ചത് നമ്മൾ കണ്ടു. മഹ്മൂദ് അഫ് ഗസനി ഉണ്ടാക്കിയ പ്രശ്നങ്ങളടക്കം ഔറംഗസീബ് ഉണ്ടാക്കിയത് എല്ലാം നമ്മൾ കണ്ടു. ഇനി ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിലാണ് ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മുസ്ലിങ്ങളിവിടെ ജനോസൈഡ് ഇങ്ങനെ പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുകളാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് അത് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയും. കാരണം ഞാൻ ജനിച്ചു വളർന്നതൊരു മുസ്ലിം കുടുംബത്തിലാണ്. എൻ്റെ മുസ്ലിം കുടുംബം
എൻ്റെ സുഹൃത്തുക്കളുടെ മുസ്ലിം കുടുംബങ്ങൾ, അത് ഇന്ത്യ എന്ന് പറയുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ളപ്പോൾ, കേരളത്തിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ യു പിയിലും ബീഹാറിലും ഒക്കെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ നമുക്കുള്ളപ്പോൾ തറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ ഒരു ജനോസൈഡ് ഇവിടുത്തെ മുസ്ലിം ഫേസ് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ജനോസൈഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഹെയ്റ്റ് പിരമിഡ് നമ്മൾ ആദ്യം ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതായത് സമൂഹത്തിൽ നടക്കുന്ന ഈ ജനോസൈഡ് പോലെയുള്ള വിഷയങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് എത്തുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 4-5 സ്റ്റെപ്സ് നമ്മൾ പറയും. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബയസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ മുകളിലേക്ക് ആക്ട്സ് ഓഫ് ബയസ്, അതിൻ്റെ മുകളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അതിൻ്റെ മുകളിൽ ബയസ് മോട്ടിവേറ്റഡ് വയലൻസ്, അതിൻ്റെ മുകളിലേക്ക് ജനോസൈഡ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ജനോസൈഡിന് മുന്നേ ഉണ്ട് എന്ന് പറയുന്ന സ്റ്റെപ്സ്. അപ്പോൾ ഇത് എവിടെയാണ് ഇസ്ലാം നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ്. ഇസ്ലാമിന് ഈ ഫാഷിസ്റ്റ് സ്വഭാവം ഉണ്ടോ, ഒരു ജനോസൈഡ് നടത്താനുള്ള ഒരു സാധനം ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടോ, ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിന് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആർക്കും ഒരു തർക്കവും ഇല്ലാത്ത നാസിസവുമായിട്ടാണ്. അപ്പം നാസികൾ എന്താ ചെയ്തത്, ഇസ്ലാം എന്താ ചെയ്തത്, ഇതൊന്ന് കമ്പയർ ചെയ്യുക. അപ്പം നാസിസം വേഴ്സസ് ഇസ്ലാം, ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഇദ്ദേഹത്തെ പരിചയമുണ്ടോ എന്നറിയില്ല. ഇപ്പം നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം, ആ വിഷയത്തിൽ ജെറൂസലം മുഫ്തിയായിട്ടുണ്ടായിരുന്ന അന്നത്തെ 1941 ഈ ഹുസൈനി എന്ന് പറയുന്ന മുഫ്തി ഹിറ്റ്ലറെ നേരിട്ട് പോയി കണ്ടിട്ട് എൻ്റെ നാട്ടിലും കുറച്ച് ജൂതന്മാരുണ്ട്, നമുക്ക് ഒരുമിച്ച് അവരെ കൊല്ലാം എന്ന് പറയുന്ന ആ സാധനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയും നമ്മൾ ആരെ കൂടെ നിൽക്കണം, ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കണോ പാലസ്തീൻ്റെ കൂടെ നിൽക്കണോ? അത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ പാകിസ്ഥാനി ഒരു ഉസ്താദിനെ വിളിച്ച് ചോദിച്ച മാതിരി ഒരു ചോദ്യം ചോദിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? ഇതാ ഞാൻ ചോദിക്കണം. എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്ന എന്താണ്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. അന്നൊന്നും ഇതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ഇതിങ്ങനെ അറബിയിൽ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും കുത്തുബ തീരാറായി, ബിരിയാണി ഇന്നേണ്ട സമയമായി. ഇത്രേ അന്ന് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഒന്ന് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും. പിന്നെയാണ് അറിയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ്. മുസ്ലിങ്ങളുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ, ഇസ്ലാമിൻ്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ പ്രൈഡ്. എന്നിട്ട് അവസാനം വരുമ്പോൾ എന്താണ്? അവിടെ ജൂതന്മാരെ നശിപ്പിക്കണേ, ക്രിസ്ത്യാനികളെ നശിപ്പിക്കണേ, മതമില്ലാത്തവരെ നശിപ്പിക്കണേ, അവരെ ശപിക്കുകയാണ്. ശാപപ്രാർത്ഥനയാണ് ഓരോ വെള്ളിയാഴ്ചയും ഈ പള്ളികളിൽ. നമ്മുടെ മലയാളത്തിൽ ഇവിടെ കുത്തുബ നടത്തുന്ന നമ്മുടെ കേരളത്തിലെ പള്ളികളിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ജൂതവിരുദ്ധത എന്നുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നുണ്ട്. ഈ കാഫിറുകൾക്കെതിരെയുള്ള വിരുദ്ധത അതിലൂടെ ജീവിച്ചൊരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പോൾ നമുക്കത് പറയാൻ അവിടെ പിന്നെ രണ്ടാമതൊരു ഉസ്താദിനെ വിളിച്ച് ചോദിക്കേണ്ട ഗതികേട് നമുക്കില്ല. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഏതായാലും ഈ കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോൾ ഈ നാസിസം വേഴ്സസ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 2 സൈഡ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക, ഇസ്ലാമും നാസിസവും. അപ്പോൾ ഇതിൽ ബയസ് നമ്മൾ ആദ്യം പറഞ്ഞു. അതായത് നാസികൾ എങ്ങനെയാണ് ഒരു ബയസ് അവിടെ ഉണ്ടാക്കുക, അതായത് ഒരു അതറൈസേഷൻ അവിടെ നടക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് അവിടെ നടത്തുകയാണ്, ഒരു ഏലിയനേഷൻ. അപ്പോൾ നാസികൾ എന്താ ചെയ്തത്? ആര്യൻ ആ ഒരു ഒറിജിനുള്ള ആളുകൾ, ജർമ്മൻ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് മാത്രം ഒരു ഉന്നതി, അല്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ജൂതന്മാർക്കെതിരെ ഒരു 2ാം കിട പൗരൻ എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ഇതാണ് ഈ ബയസിൻ്റെ തുടക്കം. അവരെ വിളിച്ചിരുന്നത് തന്നെ വെർമിൻ എന്നാണ്, പുഴുക്കൾ എന്നുള്ള രീതിയിലായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അവർ കുറഞ്ഞവരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇസ്ലാമിലേക്ക് നോക്കുക. ഇസ്ലാമിൽ എന്താണ് ആ സമാനമായ വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? കാഫിർ. അപ്പോൾ ഇസ്ലാമിൽ നിങ്ങൾ കാഫിർ എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഒരു പ്രശ്നമില്ലല്ലോ. നമ്മളൊക്കെ അങ്ങോട്ട് ആയമ കാഫിർ എന്നൊക്കെ നമ്മൾ പറയുന്നു. നമുക്കതിൻ്റെ ഭീകരത നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്ലാം പച്ചയായ നാസികളോടൊപ്പം തന്നെ ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ, ഒരു പക്ഷേ ഹിറ്റ്ലറിനേക്കാൾ മുകളിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന സാധനമാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കാരണം അതിൽ കൃത്യമായിട്ട് കാഫിർ എന്ന് പറയുന്ന ഒരു ബയസ് അവിടെ ഉണ്ട്, ആ ഒരു ഏലിയനേഷൻ അവിടെ നടത്തുന്നു. അതിൻ്റെ പേരിൽ ആളുകൾ വേർതിരിക്കും, അതും ഗ്ലോബൽ. നാസികൾ അത് ജർമ്മനിയിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു യൂറോപ്യൻ ആ മേഖലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് ആഗോളതലത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് കാണാൻ കഴിയുക. ഇനി ആക്ട്സ് ഓഫ് ബയസ്. നാസികൾ എന്ത് ചെയ്തു? ജൂതന്മാരെ ബോയ്ക്കോട്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരെണ്ണം ഞാൻ പറയുകയാണ്. ബോയ്ക്കോട്ട് ചെയ്യുക ജൂതന്മാരുടെ സ്ഥാപനങ്ങൾ, അവരുടെ ബിസിനസ്സസ്, അവരുമായിട്ടുള്ള അലയൻസസ്, മാരേജസ് ഒന്നും അവിടെ അനുവദിക്കാത്ത രീതിയിൽ അവരെ കംപ്ലീറ്റ് ഒരു ഓസ്ട്രസൈസേഷൻ അവിടെ നടക്കുകയാണ്. അവിടെ ഒരു ബോയ്ക്കോട്ട്, ഒരു കംപ്ലീറ്റ് ഒരു വാളിംഗ് ഓഫ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്.
നമ്മൾ ഈ യാത്ര നടത്തി അവിടെ ഈ ഓഷ്വിറ്റ്സ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, അതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം. അതായത് ഈ തരം ആളുകൾ വൈകിട്ട് 8 മണിക്ക് ശേഷം അവർക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദമുള്ളൂ, ആ രീതിയിലേക്ക്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സമയം വെച്ച് കൊടുത്തിരിക്കും, ഇത്ര സമയത്തിന് ശേഷം മാത്രമേ ജൂതന്മാർ പുറത്തിറങ്ങാൻ പാടുള്ളൂ, അല്ലാത്ത സമയം നിങ്ങൾ പുറത്ത് വരരുത്, ഈ രീതിയിൽ. കടകളുടെ പുറത്ത് നോട്ടീസ് പതിക്കുകയാണ്, ഇത് ജൂതൻ്റെ കടയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ സാധനം വാങ്ങിക്കരുത് എന്ന് പറഞ്ഞത്. ജൂതന്മാർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അവർ കാർ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ പല രീതിയിൽ അവരെ ബോയ്ക്കോട്ട് ചെയ്യുന്ന രീതി, അവരുമായിട്ടുള്ള ഒരു ബയസ് അത് വെക്കുന്നു. ഇനി ഇസ്ലാമിൽ എന്താണ് പാക്ട് ഓഫ് ഉമർ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പാക്ട് ഓഫ് ഉമർ, അതായത് ഒരു ഇസ്ലാമിക ഒരു പിടുത്തം ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് വന്നാൽ, അവിടെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, ബഹുദൈവ ആരാധകർ, അവർക്കെതിരെ ഇസ്ലാം വെക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ അവിടെ ചർച്ച്, അതിൽ മണി അടിക്കാൻ പാടില്ല, അവർ പ്രത്യേക വേഷം ധരിച്ചു പോകണം, അവർ കുതിരയുടെ മുകളിൽ കുതിരലാടം ഉപയോഗിക്കാൻ പാടില്ല, അവരുടെ ആരാധനാലയങ്ങൾ ഒരു മുസ്ലിമിന് എപ്പോൾ വേണേലും ചെന്ന് കയറാൻ പാകത്തിന് തുറന്നിട്ട് കൊടുക്കണം. ഇതുപോലെ നിരവധി നിയമങ്ങൾ. ഇതാണ് പാക്ട് ഓഫ് ഉമർ. ഈ തരത്തിൽ സാധനം കൊണ്ട് നടന്ന ഉമറിൻ്റെ ഭരണമാണ് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇവിടെ കറങ്ങി നടക്കുന്നത്. നിങ്ങൾ പറയൂ, ഇങ്ങനെ ഒരു ഉമറിൻ്റെ ഭരണം നമുക്ക് വേണോ? വേണ്ടേ? വേണ്ട. അപ്പോൾ നമ്മളിവിടെ പറയുന്നു രാമരാജ്യം വേണ്ട എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഉമറിൻ്റെ ഭരണം വേണ്ട എന്ന് എത്ര പേർക്ക് ആ ഒരു ആർജവത്തോടു കൂടി പറയാൻ കഴിയും? ഇതാണ് നമ്മൾ ചോദിക്കണുള്ളൂ. എന്നാൽ ഇവിടെ കാണുന്ന എന്താണ്? രാമരാജ്യം വേണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ മഹാമാരും, എന്നാൽ അല്ലെങ്കിൽ രാമരാജ്യം വേണം എന്ന് പറയുന്നവരൊക്കെ മഹാമോശക്കാരും, ഉമറിൻ്റെ ഭരണം വേണമെന്ന് പറയുന്ന ആളുകളൊക്കെ മഹാമാരും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തത്, ഇതിനകത്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. ഇവിടെ മുതലാണ് ഇത് ഗൗരവം കൂടുന്നത്. നാസികളുടെ കീഴിൽ അവിടെ എന്താണ് റൈഖ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു രണ്ടാം ഘട്ട പൗരന്മാരെ അവർ വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു അറ്റോൺമെൻറ്റ് ഫൈൻ, സാമ്പത്തികമായിട്ടുള്ള ചില ഒരു പ്രത്യേകമായ ടാക്സുകൾ പേ ചെയ്യേണ്ടി വരിക. അവരുടെ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാതെ നിവൃത്തിയില്ല. അതുപോലെ ആര്യനൈസേഷൻ ചാർജ്, സർട്ടിഫിക്കറ്റ്സ് വേണം ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നൂലാമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് അവരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി, ഇത് നാസികൾ അവിടെ ചെയ്തു. ഇസ്ലാം അത് എന്താ ചെയ്തത്? ദിമ്മി എന്ന് പറയുന്നൊരു സ്റ്റാറ്റസാണ് ഒരു മുസ്ലിം രാജ്യത്തിൽ കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സ്റ്റേറ്റസ്. അതായത് എങ്ങനെ? നമ്മൾ നേരത്തെ വായിച്ചു 9:29, ഒന്നുകിൽ നിങ്ങൾ കൊല്ലപ്പെടുക, മതം മാറുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിമകളായി മാറുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ദിമ്മികളായിട്ട് മാറുക. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഈ രീതിയിലേക്ക് അവരെ 3-4 ഓപ്ഷൻസ് കൊടുക്കുന്ന ഒരവസ്ഥ, ഇതാണ് നമ്മളവിടെ കാണുക. ഇതിൽ ഈ ദിമ്മികളായി കഴിയുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പേ ചെയ്യേണ്ട ഒരു ടാക്സ് ഉണ്ട്. അതിനാണ് ജിസിയ എന്ന് പറയുന്നത്. ഇന്ത്യയിലും ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഔറംഗസീബ് ഈ ജിസിയ ഏർപ്പാട് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തിരുന്നത്. അതിന് ഒരു അബോളിഷൻ നടത്തി പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് അക്ബർ. അക്ബറിന് ശേഷം ഈ ഔറംഗസീബ് വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുക. ഈ രീതിയിലേക്ക് പോകുന്നു. ഇനി അടുത്തത് ബയസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വയലൻസ്. അടുത്ത സ്റ്റേജ് പോഗ്രോംസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഒറ്റപ്പെട്ട ഇതുപോലെയുള്ള ഗൂഢാലോചനകൾ ചെറുതൊക്കെ നടത്തിയിട്ട് കുറച്ച് ആളുകളെ കൈ കിട്ടുന്നവരെയൊക്കെ വെച്ചിട്ട് അങ്ങ് ഇല്ലായ്മ ചെയ്യുക. ഇത് നിരന്തരം നമ്മൾ നടന്നു. ജൂതന്മാർക്കെതിരെ നാസികളുടെ ആ ഭരണകാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതിലേറ്റവും പ്രധാനമായിരുന്നു ജൂതന്മാരുടെ ആരാധനാലയം, സിനഗോഗുകൾ തരം കിട്ടിയ കത്തിച്ച് കളയാം. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഈ ഇസ്ലാമിക രാജ്യങ്ങൾ എന്താണ് അവർ ചെയ്യുന്നത്? പാകിസ്ഥാനിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ നൈജീരിയയിൽ ബോക്കോ ഹറാം സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം, കൈ കിട്ടുന്നിടത്ത് അമ്പലങ്ങൾ പൊളിക്കും, ചർച്ചുകൾ പൊളിക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടും. ഇനി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലുള്ള പല സിനഗുകളും ഇതേപോലെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെയുള്ള ചെറിയ ചെറിയ കൂട്ടക്കൊലകളായിട്ട് അവർ നടത്തിയിട്ടുമുണ്ട്. ഇനി ജനോസൈഡ്, ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഹോളോകോസ്റ്റ് ആർക്കും തർക്കമില്ലാത്ത സാധനമാണ്. ഹോളോകോസ്റ്റ് എന്തുകൊണ്ട് ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയലൈസ്ഡ് കില്ലിങ്, കൊല്ലാൻ വേണ്ടിയിട്ടൊരു സംവിധാനം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാറിൻ്റെയൊക്കെ അസംബ്ലി ലൈനിൽ എങ്ങനെയാണ് ആളെ കൊല്ലുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആളുകളിങ്ങനെ ട്രെയിനിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു, അവർ വേർതിരിക്കുന്നു, എന്നിട്ട്
വസ്ത്രം അഴിപ്പിക്കുന്നു, കുളിക്കാൻ വിടുന്നു, ഒരു റൂമിലേക്ക് കയറ്റുന്നു, ഗ്യാസ് കൊടുക്കുന്നു, കൊല്ലുന്നു, കത്തിക്കുന്നു, പോകുന്നു. ഇതാണ് സ്ഥിതി. അല്ലാതെ എങ്ങനെയാണ് ഈ 6 മില്യൺ ആളുകളെ കൊല്ലാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രീതിയിൽ ചെയ്ത സാധനമാണ് ഈ ഹോളോകോസ്റ്റ്. ഇനി ജനോസൈഡ് നമ്മളിനി ഇസ്ലാം ചെയ്തതും കൂടി ഒന്ന് എണ്ണുകയാണെന്നുണ്ടെങ്കിൽ അത് കയ്യും കണക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. എണ്ണിക്കോ നിങ്ങൾ. ഇവിടെ ഈ ചിത്രം, ഹോളോകോസ്റ്റിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ചിത്രം നമ്മളെവിടെയും കാണാറില്ല. ബനു ഖുറൈള ജൂത കൂട്ടക്കൊല നടത്തിയ ചിത്രമാണ് ഈ കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ജൂത ഗോത്രം പിടികൂടിയിട്ട് അവിടെയുള്ള ആളുകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ കൊല്ലുന്നു. അതിൽ പിടിക്കപ്പെട്ട കുട്ടികളാണോ എന്ന് സംശയം തോന്നിയപ്പോൾ തുണി പൊക്കി നോക്കിയിട്ട് തലവെട്ടി എന്ന് പറയുന്നത് നിങ്ങളെവിടെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് ഈ കൂട്ടക്കൊലയിലാണ് അത് നടത്തിയത്. മുഹമ്മദ് നബി നേരിട്ട് ചെയ്ത സാധനമാണ്. ഈ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർമേനിയൻ, ഇപ്പോൾ ഉള്ളതും ഇത് മുന്നേ ഉള്ളത്, ഓട്ടോമാൻ ഭരണകാലത്ത് നടന്നിട്ടുള്ള അർമേനിയൻ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല, ജനോസൈഡ്. ഈ പറയുന്ന ഇസ്ലാമിക കൂട്ടക്കൊലയാണ്, ജനോസൈഡാണ്. യസീദി കൂട്ടക്കൊല ഐസിസ് നടത്തിയത്. അതുകൂടാതെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടത്തിയത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് അതിന് മുന്നേ നടന്നിട്ടുള്ള 1971 നടന്നത് ഹിന്ദുക്കൾക്ക് നേരെ ബംഗ്ലാദേശിൽ. അതുകൂടെ അഫ്ഗാനിൽ ഹസാര എന്ന് പറയുന്നൊരു വിഭാഗം, അതിനെതിരെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോസൈഡ്. ഔറംഗസീബ് നടത്തിയെന്ന് പറയുന്നത്, മഹ്മൂദ് അഫ് ഗസനി നടത്തിയത്. നൈജീരിയയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു ബോക്കോ ഹറാമിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊലയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അസീറിയൻ ക്രിസ്ത്യാനികൾക്ക് നേരെ പണ്ട് നടത്തിയത്. ഗ്രീക്കിൽ ഓട്ടോമൻ നടത്തിയ ക്രിസ്ത്യാനികൾക്കെതിരെയും അതുപോലെ മറ്റ് അവിടെയുള്ള ആളുകൾക്കെതിരെ. പിന്നെ നമ്മൾ ബനു ഖുറൈള. അപ്പോൾ ഇത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വര വരച്ചിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീരില്ല എന്ന് മാത്രമല്ല, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൂടി വരുമ്പോൾ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ കൊന്ന ഒരു തീവ്രമായ ആശയം അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നാസികളെയൊക്കെ പറയാം. പക്ഷെ ഒരു 10-20 വർഷം കൂടി കഴിഞ്ഞാൽ നാസികൾ കൊന്നതിനേക്കാൾ മുകളിൽ കൊന്ന ആശയമായിട്ട് ഇസ്ലാം മാറും എന്നുള്ളിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു പേപ്പട്ടി മതമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം ക്ഷമിക്കുക. ഏതായാലും ആ അവസാന സംശയം കൂടി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൊല്ലാക്കനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി കേട്ടിട്ട് നമുക്ക് പിരിയാം. لا يجتمع كما قال عليه الصلاة والسلام كافر وقاتله في النار أبدا. النبي عليه الصلاة والسلام يعطي بشرى لمن يقتل المجرمين، لمن يقتل الكافرين. وأي عبادة هي أعظم من سفك دماء الكافرين؟ എന്തിനാണ് അതിൻ്റെ പിന്നിൽ അറബി മൂളിച്ചിട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ പറഞ്ഞ സാധനം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? അറബിയിലാണ് പറഞ്ഞത്. അതായത് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആ കാഫിറിനെ കൊല്ലാനുള്ള അവസരം നിങ്ങൾ കളയരുതെന്നാണ് ഈ പറഞ്ഞു വെച്ചത്, പച്ചയ്ക്ക് പറഞ്ഞത്. അതിന് പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞപ്പോൾ കൂടെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു പിസ്റ്റളാണ്. ഇത് എവിടെയാണ് നിന്ന് പറയുന്നത്? പള്ളിയിലാണ്. കുത്തുബ പറയുകയാണെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഏതായാലും ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായിട്ട് നടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകൾ അഴിഞ്ഞാടുകയാണ്. കാനഡയിൽ ഇതുപോലെ നിന്ന് പ്രസംഗിക്കുന്ന മറ്റൊരു ഉസ്താദിൻ്റെ പ്രസംഗം നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. കാഫിറുകൾ, നോൺ മുസ്ലിംസ് ആർ അവർ എനിമീസ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഒരു മുല്ലാക്ക. അപ്പോൾ ഇത് നിരന്തരം ഈ സർക്കിൾസിൽ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു പേപ്പട്ടി മതമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പണ്ട് വാള് ചൂണ്ടിയിട്ടാണ് കലിമ ചൊല്ലിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് തോക്ക് ചൂണ്ടിയിട്ട് പറയിപ്പിക്കുന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മറ്റേ ഈ സ്റ്റാർ വാർസിലൊക്കെ ഉള്ള പോലെ മറ്റേ ലേസർ ബീമൊക്കെ വെച്ചിട്ട് പറയിപ്പിക്കും. അത്ര വ്യത്യാസം ഉണ്ടാകുമ്പോൾ പോകണുള്ളൂ. ചോദ്യമൊക്കെ ഒന്ന് തന്നെയാണ്, നീ കാഫിറാണോ എന്നറിയണം. അപ്പോൾ ആ സാധനം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ ഉത്ബുദ്ധരായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നമ്മൾ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ ഈ തീവ്രമായ ആശയത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തുക. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു അഭിമാന ബോധം, അത് വർദ്ധിച്ച ബോധമാണ് ഇപ്പോൾ. അത് മാറ്റിയിട്ട് ഒരു നാണക്കേട് തോന്നുന്ന അവസ്ഥയിലേക്ക്, സംഘി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണോ നമുക്കൊരു നാണക്കേടുള്ളത് എന്ന് പറഞ്ഞ മാതിരി ഒരു മുസ്ലിമാണ് ഇത്. അപ്പം അവർ തന്നെ തോന്നണം, ഞാൻ മറ്റേ പഴയ മുസ്ലിം അല്ല, ഇപ്പോൾ പുതിയ മുസ്ലിമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർക്ക് എത്താൻ കഴിയണം. കാരണം ഒറിജിനൽ ഇസ്ലാമിൽ ഇതൊക്കെയാണ് എന്നുള്ളത് അവനെ അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വളരെ സിമ്പിളാണ്. ഒരു സാധനം പഠിച്ചാൽ മതി, കലിമയെല്ലാം പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ 2 അറ്റവും സേവ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ നമുക്കിതിനകത്ത് പറയാൻ. നമ്മൾ ഈ ഒരു വിഷയം ഇത് ചർച്ച ചെയ്യാൻ പല കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം
കശ്മീരിലുണ്ടായിട്ടുള്ള വിഷയത്തിൻ്റെ പേരിൽ അതിൽ നമുക്കിത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാറി. എനിക്ക് തോന്നുന്നു നമ്മൾ ഒറിജിനലി വിചാരിച്ചിരുന്നത് വഖഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, വഖ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഈ വിഷയം വന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് അഡ്രസ്സ് ചെയ്യാണ്. ഇത് നമ്മൾ പറയണം. കാരണം ഇത് ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇതിനകത്ത് മതമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങളിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, ഇത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫി അല്ല, അതിനകത്ത് മതം. ആ പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ മതത്തിൻ്റെ പേരിലാണ്. അവരിന്നും ഒരു പാകിസ്ഥാനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മതമില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ത്യ വിരുദ്ധതയും കൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഒരു ശത്രു രാജ്യം എന്നിങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളതല്ല. അബ്രഹാം അക്കോർഡ്സ് നമ്മൾ എപ്പോഴും ഒരു മോഡലായിട്ട് പറയാറുണ്ട്, ഈ മിഡിൽ ഈസ്റ്റിൽ ഒരു പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ മാതിരി. അതേപോലെ ഇന്ത്യ വിരുദ്ധത ഇതുപോലുള്ള സാധനങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ അടക്കം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അത് മാറ്റിയിട്ട് അവർക്ക് ഈ കോ എക്സിസ്റ്റൻസിൻ്റെ ചിന്തകൾ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ള സാധനങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരണം പോലും സാധ്യമായാൽ മാത്രമാണ്. ഇതൊരു ലോങ് പ്രോസസ്സാണ്, എളുപ്പം നടക്കില്ല. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. ആ രീതിയിലാണ് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സൗദിയിലും യു എയിലൊക്കെ ഉള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ എന്താണോ ഹിറ്റ്ലർ അവിടെ പഠിപ്പിച്ചിരുന്നത്, ജൂതന്മാർ മ്ലേച്ഛരാണ്, അവർ മോശക്കാരാണ്, അവർ മുഴുവൻ ദുർമന്ത്രവാദികളാണ് എന്നുള്ള രീതിയിലുള്ള അധ്യാപനങ്ങൾ സൗദിയിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്നു. അത് അവർ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇന്ന് കോ എക്സിസ്റ്റൻസിൻ്റെ പാഠങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അവിടെ സാധ്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇത് നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിന് വേണ്ടത് എന്താണ്? വിഷയമായിട്ട് ഫാക്റ്റായിട്ട് തന്നെ പറയുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞ ആർക്കെങ്കിലും വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാൻ നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് ഈ ഒരു സംഗതി ഞാനിവിടെ നിർത്തുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, സമയമുണ്ടെങ്കിൽ. മദ്രസ പീഡനം ഒരു പ്രതിമാസ റിപ്പോർട്ടായിട്ട് ഡോക്ടർ അവതരിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടറെ കൂടെയുള്ള ചെറുപ്പക്കാരല്ല വൃദ്ധനായ എന്നെ പോലെയുള്ള ആൾക്കാർ അതിന് വല്ലാതെ പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം എന്ന് ഞാൻ മലബാറിൽ നിന്ന് വരുന്ന ആളാണ്, ഞാൻ കണ്ണൂരുകാരനാണ്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്, കൊണ്ടുവരുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രത്യേകമായിട്ട് 1-2 മാസങ്ങൾക്ക് കൊണ്ട് അത് നമ്മുടെ പത്രങ്ങൾ കാണാൻ കഴിയും. മദ്രസകളെ പീഡനത്തിൻ്റെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തല ഉയർത്തി ഒരു മുസ്ലിം എന്നുള്ള ആൾക്ക് പള്ളിയിൽ പോകാൻ മുസ്ലിങ്ങൾക്ക് പറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മളെ കേരള സമൂഹത്തെ മാറ്റുന്നതിന് ഡോക്ടർ വല്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിയമപരമായിട്ട് നടത്തിയ പോരാട്ടങ്ങളൊക്കെ എവിടെയോ വെച്ച് അവസാനിച്ചു പോയി. കാരണം നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഒരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യം കൃത്യമായ ഉത്തരം സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചേലാകർമ്മം പോലെയുള്ള 2ാം യുദ്ധം അവിടെ നമുക്ക് നിർത്തേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഇപ്പോൾ ഉന്നയിച്ച വിഷയമുണ്ടല്ലോ, അപ്പോൾ എന്താണ് കാശ്മീരിൽ തുണിക്ക് താഴെ പൊക്കി നോക്കിയിട്ട് ജനതയുടെ സമയമാണോ നിങ്ങൾ നോക്കിയത് എന്നുള്ള ചോദ്യം ഡോക്ടർ ചോദിച്ചു. ഞാനതെൻ്റെ ഫേസ്ബുക്കിൽ വല്ലാതെ ചോദിക്കുകയും വല്ലാതെ ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഇന്നിവിടെ വന്നതിൽ ഞാൻ ജാതിയുടെ കണക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നല്ലൊരു ദാമ്പധാരികളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂരും പരിപാടി ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഇടിച്ചു കയറുന്ന ഒരു യുവ വിഭാഗം ആ സമുദായത്തിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. അതുകൊണ്ട് ഡോക്ടർ നിരാശപ്പെടരുത്. ഈ ശ്രമം, ഈ യുദ്ധം നമുക്ക് ഇവിടെ കാശ്മീർ യുദ്ധം അവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ തുടരണം. താങ്ക് യു. ഇത് ഒരു മതമല്ലാതെ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരും എല്ലാ റേസിസ്റ്റുകളും ഇതല്ലേ പറയുന്നത്. ഏത് ഇത് ഈ കാര്യങ്ങൾ മറ്റുള്ള റേസിനെ കൊല്ലുക. ഇപ്പം ജൂതന്മാർ പറയുന്ന മുസ്ലിങ്ങളെ കൊല്ലുക, മുസ്ലിങ്ങൾ ജൂതന്മാരെ കൊല്ലുക. ഇതുപോലെ ഇവിടെ എങ്ങനെയാണ്? ബ്രാഹ്മിൻസ് ആണെങ്കിൽ അവർ ആ ഒരു ഹൈറാർക്കി വെച്ചിട്ട് എല്ലാ റേസിസ്റ്റുകളും ഇത് തന്നെയാണ്. ഇപ്പം ആര്യന്മാർ പറഞ്ഞു ബാക്കിയുള്ളവരെ കൊല്ലുക. അങ്ങനെ പറയുന്ന പോലെ മുസ്ലിങ്ങൾ ഈ മതം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള ഈ സാധനങ്ങൾ കാണാതെ പഠിച്ച് ഇതാണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞ് പഠിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ കാണിച്ച മുല്ലാക്ക എല്ലാം ഇതുപോലെ ഇത് മാത്രം പഠിച്ചിറങ്ങുന്നവന്മാരാണ്. വേറെ ഒരു വകയും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുന്നവരെല്ലാം ഇത് തന്നെ പറയുള്ളൂ. അപ്പം എല്ലാ റേസിസ്റ്റുകളും നമ്മളിപ്പോൾ മുസ്ലിങ്ങൾ രണ്ടാണ്, അങ്ങനെയൊന്നും മുസ്ലിങ്ങളെ 100 ഫ്രാക്ഷനാണ്. ഒരാൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും എല്ലാ റേസിസ്റ്റുകളും ഒരേ തട്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ശരി, നമ്മൾ ഈ 2025 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എന്നോട് ക്ഷമിക്കുക, 2024 കേട്ടോ, 25 എടുക്കാൻ പറ്റിയില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ കാണും, ഞാനിവിടെ വായിക്കാം. ഇതിൽ തൽക്കാലം ഒരു
ടോപ്പ് 20 ഞാൻ വായിക്കാം. ഇതിനകത്ത് എത്ര ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് ഉണ്ട്, എത്ര ക്രിസ്ത്യൻ ഉണ്ട്, എത്ര ജൂതനുണ്ട് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്കുള്ളൊരു ട്രയലാണ്. 1 ഇസ്രായേലിൽ നടന്നതാണ്, നടത്തിയത് ഹമാസാണ്. ഹമാസ് ഏത് മത തീവ്ര സംഘടനയാണ്? ഇസ്ലാമാണ്. ഓക്കെ. നൈജീരിയയിൽ JNIM എന്താ അതിൻ്റെ ഫുൾ ഫോം? ജമാഅത്തുൻ നുസ്രത്ത് ഇസ്ലാം വൽ മുസ്ലിമീൻ, ഹിന്ദു സംഘടനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറിയ, അവിടെ നടത്തിയിരിക്കുന്നത് ഒരു സെപ്പാരറ്റിസ്റ്റ് നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. നമ്മളുടെ ഷിയ സുന്നി തർക്കമടക്കമുള്ള സാധനങ്ങൾ. അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണമൊക്കെ അവിടെ ഉണ്ട്, 89 പേരെയാണ് കൊന്നത്. പാകിസ്ഥാനിൽ തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ, TTP എന്ന് പറയുന്ന ഒരു പാർട്ടി, അത് ഏത് മതസംഘടനയാണ്? ജൂതനാണെന്നാണ് തോന്നുന്നത്. പോട്ടെ. ബുർക്കിന ഫാസോ, അത് നടത്തിയിരിക്കുന്നത് എന്താണ് വായിക്കാൻ പറ്റുന്നില്ല, ജൂയിഷ് സ്റ്റേറ്റ്, അങ്ങനെയല്ല അവിടെ വായിക്കാൻ പറ്റുന്നത് അല്ലേ? സാഹൽ റീജിയൻ, ബുർക്കിന ഫാസോയിൽ കൊന്നിരിക്കുന്നത് അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. തെറ്റിക്കണ്ട, 71 പേരെയാണ് കൊന്നത്. വീണ്ടും ബുർക്കിന ഫാസോയിൽ വേറൊരു സംഘടന, നിങ്ങൾ മാത്രം കൊന്നാൽ പോരില്ല, നമ്മളും കുറച്ച് കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്നു. അവർ വന്നിട്ട് കൊന്നത് JNIM എന്ന് പറയുന്ന സംഘടനയാണ്. അവർ 70 പേരെ കൊന്നു. ബുർക്കിന ഫാസോയിൽ അപ്പോൾ വീണ്ടും 3ാമത്തെ സംഘടന, അങ്ങനെ നിങ്ങൾ മാറിയിരിക്കും, ഇനി ഞാൻ കുറച്ച് കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് വേറൊരു ജിഹാദിസ്റ്റ് ഓർഗനൈസേഷൻ, അവർ വന്നിട്ട് ഒരു 70 പേരെ കൊന്നു. അപ്പോൾ ഏതായാലും എല്ലാം കറക്റ്റാണ് കേട്ടോ കണക്ക്. 70, 71 നല്ല നമ്പേഴ്സാണ്. അടുത്തത് മാലിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, അവരുടെ വക ഒരു 60 എണ്ണം. പിന്നെ നൈജീരിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക, ISWA, ആൽഫബറ്റ് 26 എണ്ണവും നല്ല ഉപയോഗമാണ് ഇവിടെ, 60 എണ്ണത്തിന് കൊന്നു. ബുർക്കിന ഫാസോ, അവിടെ JNIM കൊന്നു 60 പേരെ. ഇനി താഴേക്ക് സൊമാലിയയിൽ അൽ ഷബാബ്, അതെനിക്ക് തോന്നുന്നു ഹിന്ദു സംഘടനയാണെന്ന് തോന്നുന്നു, 54 പേരെ കൊന്നു. പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ്, ISKP, 54 പേരെ കൊന്നു. സിറിയയിൽ ഷിയ മിലീഷ്യ, ഷിയാക്കൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദു മതത്തിലെ ഏതോ ഒരു ജാതിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ. ബുർക്കിന ഫാസോ JNIM, പാകിസ്ഥാനിൽ ജിഹാദിസ്റ്റ്, നൈജീരിയ ഇസ്ലാമിക് സ്റ്റേറ്റ്, ബുർക്കിന ഫാസോ ഇസ്ലാമിക് സ്റ്റേറ്റ്, മാലിയിൽ JNIM, നൈജീരിയയിൽ. ഇത് ടോപ്പ് 20 മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾ പറയാം. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, അതായത് എല്ലാം കണക്കാണ്, എല്ലാ മതം പോലെ ഇതും ഒരു സാധനമാണ് എന്ന് പറയുന്ന വാദമായിട്ട് വന്നാൽ ശരിയാവില്ല എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഈ കണക്ക് നിങ്ങൾ നോക്കുക, മറ്റുള്ള ആളുകൾ കൊന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൽ ഇസ്ലാം എവിടെ നിൽക്കണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്ക് അനൗദ്യോഗിക കണക്കാണ്. ഈ 270 മില്യൺ എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള കണക്കെടുത്താൽ തന്നെ നാസികളൊക്കെ ബരാബറാണ്. ഓക്കെ. ഇനി അതും കഴിഞ്ഞ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ നോക്കുക. ദ ലോങ്ങസ്റ്റ് റണ്ണിങ് കില്ലിംഗ് സ്പ്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. ആ റെഡ് ലൈൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇസ്ലാമിക് കോൺക്വസ്റ്റ്. ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു മുസ്ലിം മാത്രമായാലും തീരാൻ പോകുന്നില്ല, ഇതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു വോക്ക് വാദവുമായി വന്നിട്ട് അതിൽ വെള്ളം കോരി ഒഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. മതങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ പാഠം, ക്രിസ്തുദേവൻ എന്ന് പറഞ്ഞ പാഠം, മഹാഭാരതം, ഇങ്ങനെയെല്ലാം പാഠപുസ്തകങ്ങളിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 64-ാമത്തെ വയസ്സിൽ ഞാൻ കാണുന്നത് ഇതൊക്കെ വളരെ രൂക്ഷമായിട്ട് പൊളിറ്റിക്സിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് മനുഷ്യൻ്റെ സമാധാനം കെടുത്തുകയാണ്. അപ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ കഴിച്ച് പറക്കി എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നതാണോ എന്നാണ് ഒരു ഡൗട്ട്. ഒരു അഭിപ്രായം എനിക്ക് വേണം. അതല്ല, പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇസ്ലാം ഒരു പൊളിറ്റിക്സാണ്, അതൊരു മതമല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ പൊളിറ്റിക്സ് ബാക്കിയുള്ള പൊളിറ്റിക്സിനെ ഓവർ പവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണും. ഈ പൊളിറ്റിക്സിൻ്റെ പ്രശ്നം അതിനൊരു മതത്തിൻ്റെ പരിവേഷം ഉണ്ടെന്നുള്ളതാണ്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ കൾട്ട് മാസ്കറേഡിങ് ആസ് എ റിലീജിയൻ. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇത് റിലീജിയൻ അല്ല. ഇതിനകത്ത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു തരിമ്പ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ഹിന്ദു ആയിട്ട് നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് നടക്കാനൊക്കെ പറ്റുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യാനികൾ പോലും സ്പിരിച്വലായിട്ട് നടക്കണമെന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു മുസ്ലിം സ്പിരിച്വലായിട്ട് മാറുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂഫികളാണെന്നാണ് നിങ്ങൾ പറയുക. ഈ സൂഫി മൂത്തിട്ടുണ്ടായ സാധനമാണ് നമ്മളുടെ തെഹരീക്കെ പാകിസ്ഥാൻ. അവരെന്താ അവിടെ ചെയ്യുന്നത്? അവരവിടെ അഹമ്മദിയാക്കളെ മൂട്ടിലടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ഘട്ടം കഴിഞ്ഞാൽ സൂഫിസം പോലും തീവ്രവാദത്തിലേക്കാണ് എത്തുന്നത്. ഞാനും 2 മാസം സൂഫിയായിരുന്നു. എനിക്കതിൻ്റെ കാര്യം പിടികിട്ടിയപ്പോൾ നമ്മളത് വിട്ടു. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതാണ് അതിൻ്റെ പ്രശ്നം.
അപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സും ഇതും തമ്മിൽ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ വേർതിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് മിസ്സാവുന്ന കാര്യം ഇസ്ലാം ആസ് ഇറ്റ് ഈസ് അതൊരു പൊളിറ്റിക്സ് ആണ്. അത് റിപ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ UK എന്താണ് സേ നോ ടു ഡെമോക്രസി വി വാണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ബാനറുകൾ പൊക്കി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് UK എവിടെ എത്തി നിൽക്കുന്നത് നിങ്ങൾ പോയി നോക്കുക. അപ്പോൾ ഈ സാധനം റിപ്ലേസ് ചെയ്യാൻ നോക്കുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ടല്ലോ, നാസിസം വേഴ്സസ് ഇസ്ലാം നമ്മൾ കാണുമ്പോൾ അവിടെ കാണുന്ന ആ സാധനം അത് ഫാഷിസ്റ്റ് ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് റിപ്ലേസ് ചെയ്യാൻ നോക്കുന്നത് ഡെമോക്രസീനെയാണ്, അത് ഒഴിവാക്കാൻ നോക്കുന്നത് സെക്യുലറിസത്തെയാണ്. അതിൻ്റെ കാഴ്ചപ്പാടിൽ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും എന്നാലും ഒരു അവസരം കൂടി കൊടുത്ത് നോക്കാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം ഒരു നാസികൾക്ക് കൊടുക്കുമോ? നാസികൾ അന്ന് വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കി, ഇതിപ്പോൾ കാലം മാറിയില്ല, നമുക്ക് ഒരവസരം കൂടി അവർക്ക് കൊടുത്താലോ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുമോ? സാധ്യതയുണ്ടോ? ഉണ്ടോ? ഒരവസരം കൂടി നാസികൾക്ക് കൊടുക്കുമോ നിങ്ങൾ? ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ള ഈ ഇസ്ലാമിനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നത്? അറിയാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ അറിയണം, അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.